ഗുഡ് മോർണിംഗ് ഗായ്. അപ്പം എൻ്റെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ ഒരു 7:30 ആകുമ്പോൾ വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കം. പൊതുവേ നൈറ്റ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കുമ്പോഴത്തേന് 8:30 പിന്നെ ഒരു 9:30 ആകുമ്പോഴത്തേന് കുഞ്ഞിപ്പെണ്ണ് അറിയും. അത് കഴിഞ്ഞ പിന്നെ ഗൈസ് ഉറക്കിൻ്റെ കാര്യത്തിൽ തീരുമാനമാണ്. ഉറങ്ങാൻ പറ്റുകയില്ല. അവൾ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഡോറ് വന്ന് തട്ടും മുട്ടും അച്ചാന്ന് വിളിക്കും. എങ്ങനെയൊക്കെയോ ചേച്ചീനെ ഏൽപ്പിച്ചിട്ടാണ് പിന്നെ ഞാനൊരു അറ്റ്ലീസ്റ്റ് ഒരു 3-4 മണിക്കൂറെങ്കിലും ഉറങ്ങും. സെക്കൻഡ് നൈറ്റ് ഷിഫ്റ്റിനാണ് ഞാൻ ജിമ്മിന് പോകാറില്ല കേട്ടോ. കാരണം ഉച്ചക്ക് ഫുഡും കഴിച്ചിട്ട് ഈവനിങ് ഒരു 3 മണി 4 മണി വരെ പിന്നെയും കിടന്നുറങ്ങും. കാരണം അന്ന് നൈറ്റാണ്. അച്ചു വരുന്നവരെ കിടന്നുറങ്ങി പിന്നെ അച്ചു വന്നതിന് ശേഷമാണ് എണീക്കുക നോർമലി. അപ്പോഴത്തേന് കുഞ്ഞിപ്പെണ്ണിനെ ചേച്ചി ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് സെറ്റാക്കി. പിന്നെ അത് അച്ചു വരുമ്പോൾ എന്തെങ്കിലുമായിട്ട് സ്വീറ്റ്സ് കൊണ്ടുവരും. ഇന്ന് കൊണ്ടുവന്ന ഐസ്ക്രീമാണ്. ആൻഡ് ഗൈസ്, വെൻ യു ബോത്ത് ആർ വർക്കിംഗ് ആൻഡ് വെൻ യു ഹാവ് എ കുഞ്ഞിപ്പെണ്ണ് ലൈക്ക് ദിസ്, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു മാനേജ്. കുറേ സാക്രിഫൈസ് ഒക്കെ വേണം ഗൈസ്, എന്നാലേ മുന്നോട്ട് പോവുള്ളൂ. അപ്പം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്തു. പിന്നെ കുറേ അടിപിടിയൊക്കെ കൂടി അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. വീക്കിലി ഒരു 4 പ്രാവശ്യമെങ്കിലും അടിപിടി ഉണ്ടാവും. അതെല്ലാ വീട്ടിലുള്ളതാണല്ലോ. അതങ്ങ് സോൾവ് ആവും, അല്ലെങ്കിൽ നമ്മൾ സോൾവ് ആക്കും. ഓക്കെ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് കുറച്ച് ഐസ്ക്രീമൊക്കെ ആയിരുന്നു തോണ്ടി തന്ന് കൊടുക്കാതിരിക്കുമ്പോൾ പണക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അധികം കൊടുക്കാൻ പറ്റില്ല, കാരണം പെണ്ണിന് ചെറിയൊരു മൂക്കടപ്പും ജലദോഷം പോലെയുണ്ട്. അതുകൊണ്ട് ലൈറ്റായിട്ടൊന്ന് ജസ്റ്റ് കണ്ടുകൊണ്ട് തൊട്ട് നക്കാൻ വേണ്ടി മാത്രം കൊടുത്തു. പിന്നെ നമ്മുടെ കുഞ്ഞുപെണ്ണിൻ്റെ മുടി കണ്ട എങ്ങനെയുണ്ട്? കർലി അല്ല. എനിക്ക് വലിയ ഇഷ്ടമില്ല ഈ കർലി, പക്ഷേ അശ്വതിപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. എണ്ണ തേക്കുമ്പോൾ നല്ലോണം കർലിയാവും. പിന്നെ ഒരു ഗ്ലാസ് ചായയും പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് അശ്വതിപ്പിൻ്റെ ഡിന്നർ റെഡിയാക്കാൻ വേണ്ടി അടുക്കളയിൽ കയറി. ചിക്കൻ ബ്രസ്റ്റ് പുഴുങ്ങിയതും പിന്നെ കുറച്ച് വെജിറ്റബിളും പിന്നെ ബോയിൽഡ് എഗ്ഗ്, ഇതൊക്കെ മതി. എനിക്ക് ഇതൊക്കെയാണ് ഡിന്നറിന് വേണ്ടുന്ന മെയിൻ ഐറ്റംസ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഇതേപോലുള്ള ഐറ്റംസ് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നില്ല നമുക്കൊന്ന് നോക്കാമല്ലോ. അത് നിങ്ങളുടെ ബോഡി വൈസ് ആണെങ്കിലും നിങ്ങൾ മെൻ്റൽ വൈസ് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും കുറേ ചേഞ്ചസ് നിങ്ങൾക്ക് വരും. പിന്നെ അതേപോലെ നിങ്ങളുടെ ഡൈജഷൻ പ്രോപ്പർ ആയിരിക്കും. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് പോകും. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. പിന്നെ ഓവർനൈറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയും കറിയും കൂടി എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ വിശക്കും. നൈറ്റ് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് എത്തുമ്പോഴത്തേന് വിശക്കും. നമ്മൾ വിശന്നിരിക്കാൻ പാടില്ല. എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും വിശന്നിരിക്കാൻ പാടില്ല. എന്തെങ്കിലുമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് നൈറ്റ് ഷിഫ്റ്റിൽ എന്തെങ്കിലുമായിട്ട് കഴിക്കണം ഇടയ്ക്കിടയ്ക്ക്, ഓരോ 2-3 മണിക്കൂർ ഗ്യാപ്പിൽ. പിന്നെ വെള്ളം കുടിക്കുക. അപ്പം ഞാനത് വണ്ടി എടുത്തിട്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. നേരെ എയർപോർട്ടിലോട്ട് ഈ സിഗ്നലും ക്രോസ് ചെയ്തിട്ട് നടന്നു. ഈ ഏരിയ അറിയുന്നവർ കമൻറ്റ് ചെയ്യട്ടോ. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഏരിയ. എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ്. ഇവിടെ ഒരു പമ്പുണ്ട്. അതേപോലെ ഡീപ്പോർട്ടേഷൻ്റെ സെൻറ്റർ. അവിടെ നിന്ന് പമ്പിൻ്റെ അതിലേ നടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫ് എൻട്രൻസിൻ്റെ ഗേറ്റ് എത്തും. അപ്പോൾ അതിലാണ് ഞാൻ പോവുക. ഏകദേശം ഒരു 6:30 ആകുമ്പോഴാണ് ഞാൻ അവിടെ വണ്ടി വന്ന് പാർക്ക് ചെയ്ത് നടന്നിട്ട് ഒരു 6:45 ആകുമ്പോൾ ഗേറ്റ് എത്തും. അപ്പോൾ ഡ്യൂട്ടി എത്തിയാൽ നോ വീഡിയോസ് നോ ഫോട്ടോസ്. ഒരു നൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 വയസ്സ് കൂടുന്ന പറയുന്നത്. എന്താ ചെയ്യുക, ജീവിക്കണ്ടേ, ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഡിന്നർ ടൈമായി. ഡിന്നറൊക്കെ കഴിച്ച് വീട്ടിലേക്കൊക്കെ വിളിച്ച് കുഞ്ഞിപ്പണിയോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ആ ദിവസം അങ്ങനെ അവസാനിപ്പിച്ചു. ടാറ്റാ, ബൈ ബൈ, സീ യു അഗൈൻ.